ഇപ്പോഴും പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ? ദെൻ ദിസ് വീഡിയോ ഇസ് ഫോർ യു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ, മിസ്റ്റേക്സ് ആർ കോമൺ, മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മളെല്ലാം പഠിക്കുന്നതെന്ന്. ബട്ട് പ്രാക്ടിക്കലി വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അതെന്തുകൊണ്ടാവും അങ്ങനെ? മെയിൻലി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും അതൊരു സർട്ടേൺ ഡിസിഷൻ ആയിക്കോട്ടെ, ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, പിന്നീട് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ റിയാക്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ പറയാമായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് യു ഹാവ് ലേൺഡ് ഹൗ ടു ഡീൽ ദാറ്റ് സിറ്റുവേഷൻ. ഓക്കെ, കാരണം ലൈഫിൽ വരുന്ന ഓരോ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് നമ്മൾ എപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല ഹാൻഡിൽ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്ന എന്താണോ, അതൊരു ഡിസിഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒന്നുകൂടി അത് തിരുത്താൻ ഒരു അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നൗ യു നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് പെർഫെക്റ്റ്ലി, റൈറ്റ്? അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കത് അറിയാൻ പറ്റിയത്? ബിക്കോസ് നിങ്ങൾ വൺസ് അത് എക്സ്പീരിയൻസ് ചെയ്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾ ലേൺ ചെയ്തു. അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതെങ്ങനെയൊക്കെ ഡീൽ ചെയ്യാം, അതെങ്ങനെയൊക്കെ ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇറ്റ്സ് ഓൾ ലേൺ ത്രൂ എക്സ്പീരിയൻസ്, റൈറ്റ്? സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർഗീവ് യുവർ സെൽഫ്. വാട്ട് എവർ മിസ്റ്റേക്സ് ദാറ്റ് യു ഹാവ് ഡൺ, ഇറ്റ്സ് ഓക്കെ, ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഫോർഗീവ് യുവർ സെൽഫ്. ആൻഡ് നെക്സ്റ്റ് ഇതുപോലെ സെയിം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നൗ യു നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, റൈറ്റ്? സോ ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സ്പീരിയൻസ്, ദെൻ മൂവ് ഓൺ. നെക്സ്റ്റ് ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓരോ എക്സ്പീരിയൻസിലൂടെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇതിങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഇറ്റ്സ് ഓൾ യു ഗെയിൻ ത്രൂ എക്സ്പീരിയൻസ്. സോ അതിലൊരു റിഗ്രറ്റിൻ്റെ ആവശ്യമില്ല. സോ ഫസ്റ്റ് ഫോർഗീവ് യുവർ സെൽഫ് ആൻഡ് ലേൺ. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതിൽ മെയിൻ ഫോക്കസ് ചെയ്യുക. വാട്ട് യു ഹാവ് ലേൺഡ് അത് മെയിൻലി ഒബ്സർവ് ചെയ്ത് അത് മൈൻഡിൽ വെച്ചിട്ട് ദെൻ നിങ്ങൾ മുന്നിലേക്ക് പോവുക. ഇനി ആ ഒരു തെറ്റ് ആവർത്തിക്കാതെ അത് ആക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പഠിച്ച ലെസൺസ് ആക്സെപ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ആൻഡ് വൺ മോർ തിങ്, each situations makes you stronger and each experiences gives you a new lesson. I hope you like this video. Thank you.